ഹലോ, ചൗധരി ഹിയർ. ഒന്നടങ്ങണ്ട യൂസഫ് ഭായ്, ഞാനിങ്ങ് എത്തുതല്ലേ ഉള്ളൂ. ചോര കളവാക്കി ഞാനിവിടെ. ടീക്കെ ഭായ്, ടീക്കെ, ഓക്കെ. കുത്തേക്ക ബച്ച, നീ ചൗധരിയെ കുറിച്ച് എന്താണ് കരുതിയത്? ഒന്നിനെ കൊള്ളാത്ത നിന്റെ പോലൊരു ചാവാലിപ്പട്ടിയെ പോറ്റി വളർത്താൻ ചൗധരി ഒരു മണ്ടറാണെന്ന് കരുതിയോടാ? ചൗധരി ഭായ്, എന്നെ കൊല്ലരുത്. എനിക്ക് മാപ്പ് തരണം. അവളെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചൗധരിയുടെ കണക്ക് പുസ്തകത്തിൽ മിനിമം ശിക്ഷ മരണമാണ്. നിന്നെ പോലുള്ള ബാസ്റ്റഡിന്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്താനുള്ളതല്ല, വർഷങ്ങൾ കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്തിയ ഈ സാമ്രാജ്യം. നിനക്കുള്ള സ്ഥലം ഇവിടെയല്ല, അങ്ങ് മേളില. വിത്തിൻ സെക്കൻഡ്സ് അവളെ ഒളിപ്പിച്ചിരിക്കുന്ന അവന്മാരെ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും നിന്റെയൊക്കെ അവസ്ഥ. പൊയ്ക്കോളാം എന്റെ മുന്നിൽ നിന്ന്. നിനക്കൊക്കെ ചെലവിലൊന്ന് തീറ്റിപ്പോറ്റുന്നത് എന്നെ വേണം പറയാൻ. കണ്ടതല്ലേ ഒരുത്ത മേലോട്ട് പോകുന്നേ, അതുപോലെ വിടിഞ്ഞല്ലാത്തേ. സി എ രാമനാഥൻ, അവൻ എന്തെങ്കിലും എന്റെ മുമ്പിൽ പെടും. വിടില്ല ഞാൻ അവനെ, വിടില്ല. भाई कोट. यस, चौधरी हियर. हेलो चौधरी भाई, मैम ഹംസ. കോണക്കത്ത് കുന്ന് ഹംസ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പന്ത്രപ്പനും ചർച്ചയും ചന്ദ്രപ്പനും വർക്കിയും പറയും. ഹലോ ചൗധരി ഭായ്, ഐ ആം വർക്കി. താങ്കൾ കൊച്ചിയിലെ പന്നിക്കണ്ടലിലൂടെ കൊല്ലാൻ ഏൽപ്പിച്ച പെൺകുട്ടി ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ ആ പെൺകുട്ടിയെ നാളെ കൃത്യം 10 മണിക്ക് ഏലൂർ പാലസിന്റെ ആളൊഴിഞ്ഞ സെർവന്റ് ക്വാർട്ടേഴ്സിനടുത്ത് കൊണ്ടുവരും. സാബ് അവിടെ കൃത്യസമയത്തിന് എത്തുമല്ലോ. ഓക്കെ? നാളെ അവളെ കൊണ്ടുവരും. എനിക്കറിയാൻ വരുമെന്ന്. ഈ ചൗധരിക്ക് കിട്ടാനുള്ളത് ചൗധരിയെ തേടിയെത്തും. നന്നായി. ഞാൻ പറഞ്ഞതിനേക്കാളും നന്നായി നിങ്ങൾ പെർഫോം ചെയ്തു. ഈ കഴിവുള്ള നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി. അധോലോകം, ആ സ്വപ്നമാണ് നിങ്ങളെ അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് ചാടിച്ചതും ഇവിടം വരെ കൊണ്ടെത്തിച്ചതും. ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. വരൂ. കമാൺ ഐസേ, വാടാ. വെൽക്കം മൈ ഡിയർ ബോയ്സ്. ഇരയുമായി ഇത്ര വേഗം നിങ്ങൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ, ജീവനിൽ കൊതിയുള്ളവരും. ഞങ്ങളെ വെറുതെ വിടണം. പറഞ്ഞ പോലെ ദേ അവളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. ഈ വിവരം ദൈവത്തെ ഓർത്ത് പോലീസിനെ അറിയിക്കരുത്. എടാ, നമ്മള് പോലീസിൽ അറിയിച്ചിട്ടില്ല. Go!
യെസ്, രാമനാഥൻ. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നീ ഇത്രയും നാൾ എന്നെ തേടി എത്താത്തതെന്താ എന്നുള്ളൊരു സംശയം മാത്രമായിരുന്നു ബാക്കി. അപ്പോ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഉം. ചൗധരിയുടെ കണക്കുകൾ തെറ്റാറില്ലെന്നറിയാം. എന്ത് ചെയ്യാം, രാമനാഥൻ ഒരു പടി മേലെയായിപ്പോയി. കേരളത്തിലെ ഏതോ കുഗ്രാമത്തിൽ ജനിച്ച് ബോംബെയിലെ തെരുവീഥികളിൽ അലഞ്ഞു തിരിഞ്ഞ് കൂട്ടിക്കൊടുത്തും കുതികാലി വെട്ടിയും വമ്പന്മാരടക്കി വാഴുന്ന അധോലോക സാമ്രാജ്യത്തിലെ ഇടക്കാരനായി മാറിയ ചൗധരി എന്ന പ്രഭാകരൻ. യെസ്. നിന്റെ തന്ത്രങ്ങളൊന്നും ഈ കൊച്ചു കേരളത്തിൽ നടക്കില്ല, നടത്താൻ അനുവദിക്കില്ല. റാസ്കൽ, നീയാണ് മെയിൻ വില്ലൻ അല്ലേ? നീ ആരാടാ? ബില്ലാദന്റെ അളിയന. ജോർജ് ബുഷാടാ ഞാൻ. നിന്നെ മിസൈലിന് തകർത്ത് കളയും. വാ പറയട്ടെ. സത്യത്തിൽ എനിക്കിപ്പോ തന്നോട് ബഹുമാനം തോന്നാ. താങ്ക്സ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോലീസിന്റെ മാനം കാത്തതിന്. നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് പോവാ. ഇവിടെ ഇനി നിൽക്കാൻ ഞങ്ങൾക്ക് പേടിയാ ചാക്കോബായി. ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയില്ലേ നമ്മള്. ആ, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന അവന്റെ സാഹചര്യങ്ങളാണ്. എല്ലാവർക്കും ആവശ്യം പണമാ. ജീവിക്കാൻ പണം ആവശ്യമാണ്. പക്ഷേ പണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഏത് ഹീന പ്രവൃത്തിയും ചെയ്യാൻ മടിക്കില്ല. അതിനിടെ നമ്മൾ മറക്കുന്നത് സ്നേഹവും രക്തബന്ധവുമാണ്.
എല്ലാരും ഉണ്ടല്ലോ. എപ്പോ പൊങ്ങി? പരുങ്ങണ്ട. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലായിരുന്നു ഇവരെന്ന്. അവരെ കണ്ടെത്താൻ ഇവരിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായി. ചാക്കോയുടെ മുങ്ങൽ ആ സംശയത്തിന് ശക്തി കൂട്ടി. സത്യത്തിൽ നിങ്ങളാണ് ഇവരെ രക്ഷിച്ചത്. നിയമത്തിന്റെ സാധ്യതകൾ ഞാൻ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ നന്ദിതയും എന്നെ സഹായിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ആട്ടെ, എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? ഞങ്ങൾ പോവാ സാറേ. എവിടേക്ക്? കോണത്തൂന്നിലേക്ക്. പോവാം. ഒരു മിനിറ്റ്. കൊല്ലാനാണ് ശ്രമിച്ചത്, പക്ഷെ മനസ്സിന് പറ്റിയില്ല. സ്നേഹിച്ചു പോയി. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാനെല്ലാം മറന്നിരുന്നു. എനിക്ക് ആർക്കും ഉള്ള പോലെ ഒരു തോന്നൽ. സന്തോഷായി. ഇനി ഒരിക്കലും കാണാൻ സാധിച്ചില്ലെങ്കിലും നന്ദിത എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഈ കൊച്ചിയും. അതുവഴി എങ്ങാനും പോയാ ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറാൻ മറക്കരുത്. ഞങ്ങളുടെ കോണകത്തുകുന്ന് പോലെ നല്ല ഒരു സ്ഥലം ഈ ലോകത്തെ. എന്നാ ഞാൻ വരട്ടെ. എങ്ങോട്ടാണ് ഒന്ന് പറഞ്ഞേക്ക് പോണ്ടേ? എന്നാ ഒരു കത്തുണ്ട്. ആ കുമ്പള കശെണ്ണൊക്കെ തഴഞ്ഞ എങ്ങോട്ടാണ് കെട്ടുപാണ്ടൊക്കെ ആയിട്ട്? ചുണക്കുട്ടന്മാർ, നിങ്ങളെപ്പോലുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. വെൽക്കം ടു മുംബൈ. ജാവീദ് എബ്രഹാം.